ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിരുന്നത് പെൻ ടെസ്റ്റിംഗ് എന്തായിരുന്നാണ് അല്ലേ? ഓക്കെ. നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇപ്പം വരുന്നത് മിക്സഡ് ആയിട്ടാണ്. കാരണം നമ്മൾ പല കാറ്റഗറി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഓരോന്നിനും ഒരു പ്ലേലിസ്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്തിടാം. അത് ബേസ് ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് പെൻ ടെസ്റ്റിംഗ് എന്താണ്, ഫേസസ് ഓഫ് പെൻ ടെസ്റ്റിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻ ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ അതിലെന്തൊക്കെയാണ് ഏത് ടൈപ്പ് ഓഫ് ടൂൾസുകളാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ അതിൽ തന്നെ പറഞ്ഞായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻ ടെസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ്, മൊബൈൽ ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ API പെൻ ടെസ്റ്റിംഗ്, അങ്ങനെ കുറേ ടൈപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ ഫസ്റ്റ് മോഡൽ, അതായത് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് ആണ്. വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു വെബ് ആപ്ലിക്കേഷനിൽ ഉണ്ടാകുന്ന അറ്റാക്സുകൾ. ഓക്കെ. ഫേസ്ബുക്കിന് വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാവുമല്ലോ, ഇൻസ്റ്റാഗ്രാമിന് വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ടാവുമല്ലോ. അതുപോലത്തെ വെബ് ആപ്ലിക്കേഷനിൽ ഉണ്ടാകുന്ന അറ്റാക്സുകൾ ആണ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഏരിയയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് ഈസ് എ പ്രാക്ടീസ് ഓഫ് simulating attack on systems in an attempt to gain access to sensitive data with purpose of determine whether a system is secure. നമ്മൾ പെൻ ടെസ്റ്റിംഗ് എന്തിനാണ് ചെയ്യുന്നത് പറഞ്ഞിരുന്നത്? സിസ്റ്റം സെക്യൂർ, നമ്മുടെ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മീൻസ് ഇതാണ് കേട്ടോ, വെബ് ആപ്ലിക്കേഷൻ, മൊബൈൽ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് സെക്യൂർ ആണോ അല്ലയോ, ഓക്കെ, അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു അറ്റാക്ക് സിമുലേറ്റ് ചെയ്തിട്ട്, മീൻസ് ലൈക്ക് ഒരു ഹാക്കർ എങ്ങനെയാണോ അറ്റാക്ക് ചെയ്യുന്നത് ആ ഒരു മോഡിലായിരിക്കും നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം വെബ് ആപ്ലിക്കേഷൻ ഇതുപോലെ തന്നെയാണ്. വെബ് ആപ്ലിക്കേഷനകത്ത് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. ആ ഇഷ്യൂസിനെ നമ്മൾ ട്രൈ ഔട്ട്, മീൻസ് ഇതുപോലെ അറ്റാക്ക് ചെയ്തിട്ട് സെക്യൂർ ആണോ, നമ്മുടെ സിസ്റ്റം സെക്യൂർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വെബ് ആപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദീസ് അറ്റാക്സ് ആർ പെർഫോംഡ് ഐദർ ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി ഓൺ എ വെബ് സിസ്റ്റം, and they help provide information about target system, identify the vulnerability with them, and uncover exploit that actually compromise in the system. അതായത് ഇത് നമുക്ക് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ഇൻറ്റേർണലായിട്ട് വരുന്ന സമയത്ത് ഇപ്പം നമുക്കിപ്പം എക്സാമ്പിൾ പെൻ ടെസ്റ്റ്, ബ്ലാക്ക് ബോക്സ്, വൈറ്റ് ബോക്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. വൈറ്റ് ബോക്സിനകത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അത് ഇൻറ്റേർണൽ IP അടക്കം നമുക്ക് അവിടെ കിട്ടും. ഡീറ്റെയിൽസ് നമുക്ക് കുറേ കിട്ടും. അതനുസരിച്ചായിരിക്കും നമ്മൾ പെൻ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് ബോക്സ് ആണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല. നമുക്ക് ആകെ കിട്ടുന്നത് ഒരു IP ആയിരിക്കും. അത് ഇൻറ്റേർണൽ IP ആണോന്നൊന്നുമില്ല. അപ്പോൾ അത് ഫയർവാൾ മീൻസ് വേറെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. മീൻസ് ഇപ്പം ക്ലൗഡ് ഫെയർ പോലത്തെ ടെക്നോളജി ഉണ്ടല്ലോ. ഓക്കെ. അതുപോലത്തെ വല്ലതും അവരുടെ സർവീസിൻ്റെ IPs ആയി, ഇൻറ്റേർണൽ IP ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ. അപ്പോൾ അതുപോലെ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെയാണ് ബ്ലാക്ക് ബോക്സ് ആയിട്ട്, ഇൻഫർമേഷൻസ് ഒന്നുമില്ല, നമ്മുടെ ടാർഗറ്റിനെ കുറിച്ച് വലിയ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടാതെ ചെയ്യുന്നതിനാണ് നമ്മൾ ബ്ലാക്ക് ബോക്സ് പെൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ്. അപ്പോൾ ആ രീതിയിലുള്ള ഇപ്പോൾ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും നമുക്ക് നടത്താമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് ജസ്റ്റ് ലാസ്റ്റ് പോയിട്ട് നോക്കുക. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഹെൽത്ത് ചെക്ക് ഓഫ് എ സിസ്റ്റം ദാറ്റ് ഇൻഫോം ടെസ്റ്റേഴ്സ് വെദർ റെമിഡിയേഷൻ ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ് ആണ് നീഡഡ്. അതായത് നമുക്ക് നമ്മുടെ ഒരു കമ്പനിയിൽ ഇപ്പോൾ എന്തിനാണ് പെൻ ടെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഓർത്താൽ മതി. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുവാണ്. ഇപ്പോൾ എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. പെട്ടെന്ന് നമ്മുടെ ഇതിലൊരു അറ്റാക്ക് നടക്കുന്നു. ഓക്കെ. എനിക്ക് സെക്യൂരിറ്റി ടീം നമ്മുടെ കമ്പനിയിൽ ഇല്ലെന്ന് വെക്കുക. പെട്ടെന്ന് നമ്മുടെ കമ്പനിയിൽ ഒരു അറ്റാക്ക് നടക്കുവാണ്. അത് ഓൾറെഡി എന്താവും, പബ്ലിക്കലി എക്സ്പോസ്ഡ് ആവും. അതായത് പബ്ലിക്ക് എല്ലാം അറിയും. പിന്നെ അതിനകത്ത് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു ആപ്ലിക്കേഷൻ സെക്യൂർ ആണ് അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനുള്ള ട്രസ്റ്റൊക്കെ നശിച്ചു പോകും അല്ലേ? അപ്പോൾ ഒരു പെൻ ടെസ്റ്റേഴ്സ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻറ്റേർണലി, അതായത് ഒരു കമ്പനിയുടെ കമ്പനിയുടെ എംപ്ലോയി ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് ഈ പറഞ്ഞത് ശരിക്കും ഒരു ഹാക്കർ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ കമ്പനിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ് ചെയ്ത് തന്നെ നമുക്കത് പബ്ലിക്കിന് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഇൻറ്റഗ്രിറ്റി നമ്മൾ പറഞ്ഞല്ലോ, CA എന്ന് പറഞ്ഞല്ലോ, CA ആ ഒരു കമ്പനിയുടെ ഇൻറ്റഗ്രിറ്റി ഒന്നും ഇതുപോലെ ഈ 3 ഏരിയാസിലും, അല്ലെങ്കിൽ എന്താ, ഒരു കമ്പനിക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാത്ത രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു പെൻ ടെസ്റ്റിംഗ് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ.
ഹൗ ഈസ് പെൻ ടെസ്റ്റിംഗ് പെർഫോം ഇൻ വെബ് ആപ്ലിക്കേഷൻ? ഏതൊക്കെ രീതിയിലാണ് നമ്മൾ വെബ് ആപ്ലിക്കേഷൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം കോൺഫിഗർ നമ്മുടെ ടെസ്റ്റ്. ഓക്കെ, കോൺഫിഗർ യുവർ ടെസ്റ്റ് ആൻഡ് എക്സിക്യൂട്ട് യുവർ ടെസ്റ്റ്, അനലൈസിങ് യുവർ ടെസ്റ്റ്. അതായത് നമ്മൾ ആദ്യമേ നമ്മുടെ സ്കോപ്പ് ഒരു വെബ്സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വെബ് ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യമേ നമ്മളത് സ്കോപ്പ് വെക്കുക. ടാർഗറ്റിനെക്കുറിച്ച് സ്കോപ്പ് കോഴ്സ് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ ഏരിയയിൽ ചെയ്യരുത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് ആ ഒരു നമ്മുടെ ടാർഗറ്റിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ആദ്യം ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ടെസ്റ്റ്. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് അനലൈസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി നമ്മൾ അതിനെ കൂടെ അറ്റാക്ക് ചെയ്താൽ മതി. ഓക്കെ, ആ ഇതിലാണ് നമ്മൾ എക്സിക്യൂട്ടീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ പെൻ ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. എക്സ്റ്റേണൽ പെൻ ടെസ്റ്റ് അനലൈസ് കോമ്പോണൻറ്റ്സ് ആക്സസ് ടു ആക്കേഴ്സ് via the internet like web app or website. Internal pen testing means simulate a scenario in an hacker has to application behind your firewall. ഓക്കെ, ആ രീതിയിൽ എക്സിക്യൂട്ട് നമ്മുടെ ടെസ്റ്റുകൾ നടത്തുക. അത് വന്നിട്ട് ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു പെൻ ടെസ്റ്റിംഗ് നടത്തി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവില്ല. നമുക്കൊരു എന്തൊക്കെ വൾനറബിലിറ്റി അതിനകത്തുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് വർക്കിംഗ് ആണോ, പോസിബിൾ ആണോ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു നമ്മുടെ ടെസ്റ്റിനെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റിനെ ഒരു ലിസ്റ്റ്, ഒരു റിപ്പോർട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് ഈ 3 ഏരിയ. അതായത് 3 ഏരിയയിലൂടെയായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. കോൺഫിഗറേഷൻ യുവർ ടെസ്റ്റ്, എക്സിക്യൂട്ടീവ് ടെസ്റ്റ്, അനലൈസിങ് യുവർ ടെസ്റ്റ്. ഓക്കെ, പിന്നെയുള്ളത് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ്. നമ്മൾ പെൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ OWASP ടോപ്പ് 10 വൾനറബിലിറ്റി, അതുപോലെ SANS 25 എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്ക് വേണ്ടത് OWASP ടോപ്പ് 10 വൾനറബിലിറ്റിയാണ്. അതായത് OWASP എന്ന് പറഞ്ഞാൽ ഓപ്പൺ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനാണ്. അവരാണ് ഇവർ ഓരോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് 2021 പ്രകാരമാണ്. നെക്സ്റ്റ് ഇപ്പോൾ 2025 വരുന്നുണ്ട്, നെക്സ്റ്റ് ഇയർ വരും അടുത്തൊരു ഇത്. അപ്പോൾ അവർ റിയൽ ടൈമിൽ സ്റ്റഡി ചെയ്തിട്ട് ഇവരൊരു 10 ഇനീഷ്യലി വരുന്ന 10 വെബ് വൾനറബിലിറ്റീസ് അവർ ലിസ്റ്റ് ചെയ്യും. ടോപ്പ് 10 വൾനറബിലിറ്റി എന്നാണ് അതിനെ പറയുന്നത്. ആദ്യത്തെയാണ് ബ്രോക്കൺ ആക്സസ് കൺട്രോൾ. ഓക്കെ, ഇതാണ് കറക്റ്റായിട്ടുള്ള മോഡൽ കേട്ടോ. ഇതിന് മുമ്പ് 2021 ഇപ്പോൾ ലാസ്റ്റ് വന്നത്. അതിന് മുമ്പ് 2017 2021 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ബ്രോക്കൺ ആക്സസ് കൺട്രോളാണ് ഫസ്റ്റ് അവരുടെ ഇതിനകത്ത് വരുന്നത്. പിന്നെ ക്രിപ്റ്റോഗ്രാഫിക് ഫെയിലിയർ, ഇൻജക്ഷൻ, ഇൻസെക്യൂർ ഡിസൈൻ, സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ, വൾനറബിൾ ആൻഡ് ഔട്ട്ഡേറ്റഡ് കമ്പോണൻസ്, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഓതൻറ്റിക്കേഷൻ ഫെയിലിയർ, സോഫ്റ്റ്വെയർ ആൻഡ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഫെയിലിയർ, സെക്യൂരിറ്റി ലോഗിങ് ആൻഡ് മോണിറ്ററിംഗ് ഫെയിലിയർ, SSRF. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവർ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. പണ്ടത്തെ ലിസ്റ്റ് ഇവിടെ കിടപ്പുണ്ട് കണ്ടോ. ഇത് ഇവരുടെ വെബ്സൈറ്റ് വരുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇപ്പം 2017 ആദ്യമേ ഇൻജക്ഷൻ ആയിരുന്നു, പിന്നെ ബ്രോക്കൺ ഓതൻറ്റിക്കേഷൻ, സെൻസിറ്റീവ് ഡാറ്റ എക്സ്പോഷർ, XML എൻറ്റിറ്റി, ബ്രോക്കൺ ആക്സസ് കൺട്രോൾ, സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ, ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ്, ഇൻസെക്യൂർ ഡീസെൻട്രലൈസേഷൻ യൂസിങ് അൺകമ്പോണൻസ് വിത്ത് അൺനോൺ വൾനറബിലിറ്റീസ്, ഇൻസഫിഷ്യൻറ്റ് ലോഗിങ് ആൻഡ് മോണിറ്ററിംഗ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ അടുത്ത 2017 മുമ്പ് കാണുന്നിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് 2021 ലേറ്റസ്റ്റ് വന്നപ്പം ഈ ഓർഡേഴ്സിനൊക്കെ വ്യത്യാസം വന്നു അല്ലേ. അപ്പോൾ അതിന് ഈ റിയൽ ടൈം സ്റ്റഡി ബേസ് ചെയ്തിട്ടാണ് ഇവരിനെ ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 2025 ആകുമ്പം നെക്സ്റ്റ് റിപ്പോർട്ട് വരും. പുതിയൊരു ടോപ്പ് 10 ലിസ്റ്റിന് അവർ ഇത് ചെയ്യും കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് OWASPൻ്റെ വെബ്സൈറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് OWASPൻ്റെ വെബ്സൈറ്റ്, OWASP.org എന്ന് പറഞ്ഞാണ്. ടോപ്പ് 10 വൾനറബിലിറ്റി ഇതാണ്. ഇതിനെ പറഞ്ഞാൽ ബ്രോക്കൺ ആക്സസ് കൺട്രോൾ, ക്രിപ്റ്റോഗ്രാഫിക് ഫെയിലിയർ, ഇൻജക്ഷൻ, ഇൻസെക്യൂർ ഡിസൈൻ, സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ, വൾനറബിൾ ആൻഡ് ഔട്ട്ഡേറ്റഡ് കമ്പോണൻസ്, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഓതൻറ്റിക്കേഷൻ ഫെയിലിയർ, സോഫ്റ്റ്വെയർ ആൻഡ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഫെയിലിയർ, ലോഗിങ് ആൻഡ് മോണിറ്ററിംഗ് ഫെയിലിയർ ആൻഡ് സർവർ സൈഡ് റിക്വസ്റ്റ് ഫോർ സെറ്റ്. ഈ 10 ലിസ്റ്റിൽ ഒരു ഏരിയ മാത്രമാണ് നമുക്ക് ഡിഫൻസീവ് സെക്യൂരിറ്റിയിൽ വരുന്നത്. അതായത് സോക്കിലൊക്കെ വരുന്നത്, അതായത് സോക്കിൻ്റെ കാര്യം വരുന്നത് അവിടെയാണ്. സെക്യൂരിറ്റി ലോഗിങ് ആൻഡ് മോണിറ്ററിംഗ് ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് ഇത് ഡിഫൻസീവ് സെക്യൂരിറ്റി വരുന്നതാണ്. ബാക്കിയെല്ലാം ഒഫൻസീവ് വരുന്നതാണ് കേട്ടോ. ഓക്കെ.